ഒന്നല്ല, 100 അല്ല, 200 ഗരുഡന്മാർ. ചെണ്ടയിൽ കൊട്ടിക്കയറുന്ന ദ്രുതതാളങ്ങൾക്കൊപ്പം ഗരുഡന്മാരുടെ മെയ്വഴക്കമുള്ള ചടുല ചലനങ്ങൾ. എറണാകുളത്തും സമീപ ജില്ലകളിലും കാലങ്ങളായി നിലനിൽക്കുന്ന കലയാണ് ഗരുഡൻ പറവ. എന്നാൽ ഈ കലാരൂപത്തിന് മുഖ്യധാരയിൽ അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടില്ല. ഗരുഡൻ പറവയ്ക്ക് കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകലാകാര കൂട്ടം, അരയങ്കാവ് കൂട്ടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ലക്ഷ്യം വെച്ച് ഗരുഡായനം എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇനി അരയങ്കാവ് ഈ കൂട്ടത്തെക്കുറിച്ച് സംസാരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ കലയെ അടയാളപ്പെടുത്തുക എന്നുള്ള ശ്രമം, അതാണ് ഇത് ഭംഗിയായി പര്യവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏറ്റുപാടുന്ന താളങ്ങൾക്കും ചൊല്ലുകൾക്കും ചുവടുവെക്കുന്ന ആട്ടങ്ങൾക്കും കരുത്തും മിഴിവുമേകിയ നാട്ടാശാന്മാർക്കും നാട്ടാശാത്തിമാർക്കുമുള്ള ആദരം കൂടിയാണ് ഗരുഡായനം. ഒരു നാടാകെ ഒന്നാവുകയാണ് ഇവിടെ. നാട് മുഴുവൻ അണിചേരുന്ന വലിയൊരു മഹോത്സവമായി മണ്ണിനെ അറിയുന്ന, മനസ്സിനെ അറിയുന്ന വലിയൊരു സംസ്കൃതിയുടെ ഭാഗമായ ഗരുഡായനം ഇവിടെ അരങ്ങേറുകയാണ്. ഗരുഡൻ പറവ എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു സംസ്കൃതിയെ അതിൻ്റെ തനിമയോടുകൂടി, അതിൻ്റെ ഒരുമയോടുകൂടി പുനരാവിഷ്കരിക്കുന്ന വലിയൊരു പരിപാടി ഗരുഡായനം ഭംഗിയായി നടക്കുന്നു. അഭിമാനമാണ് നമ്മുടെ നാടൻ കലകൾ. നമ്മുടെ എഴുതപ്പെടാത്ത നാട്ടുചരിത്രത്തെ ലോകത്തിന്റെ നെറുകയിലെത്തുകയാണ് അരയൻകാവും ദേശക്കാരും. ക്യാമറമാൻ ആന്റണി ഗീറിനൊപ്പം ആദിത്യനാമണിക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദിത്യ നമുക്കൊപ്പം ഉണ്ട്. ആദിത്യ, ഈ ഗരുഡൻ തൂക്കം എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്തെ മിക്ക ക്ഷേത്രങ്ങളിലും നടക്കാറുള്ള കാര്യമാണ്, എൻ്റെ ഓർമ്മകളിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ ഒരു തിരിച്ചൊരു ഈ പല കലകളെയും പിടിച്ചു നിർത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. എന്തായാലും മനോഹരമായൊരു സായാഹ്നമായിരുന്നു. ഗരുഡന്മാർ പറന്നോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ അരയങ്കാവ് ക്ഷേത്രം. അവിടെ വളരെ പെരുമയോടെ, അവർ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു കലയാണ് ഈ ഗരുഡൻ പറവ എന്ന് പറയുന്ന ഈ കല. അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. അവരുടെ കലയാണ്, അവരുടെ കാവ് കലയാണെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും, ആ ദേശക്കാർക്ക് എല്ലാവർക്കും ഒരു പെരുമയാണ്. അത് കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ, ആ കലയ്ക്ക് മുഖ്യധാരയിൽ അത്ര കേട്ടുകേൾവിയില്ലാത്ത, അല്ലെങ്കിൽ അതിപ്രശസ്തമല്ലാത്തൊരു കലയെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അതും ഒന്നും രണ്ടുമല്ല, അവർ 200ഓളം ഗരുഡന്മാരാണ് അവിടെ നിന്ന് ആടുന്നത്. ചടുലമായ നീക്കങ്ങളാണ്. ഒറ്റക്കാലിൽ നിന്ന് കറങ്ങുന്നത് നമുക്ക് കാണാം. ആ വേഷം കെട്ടി കറങ്ങുന്നത് കാണാൻ അതിമനോഹരമാണ്. അതിന് 100ഓളം മേളക്കാരുടെ അകമ്പടിയാണ്. അപ്പോൾ ആ അന്തരീക്ഷം തന്നെ ഒരു വലിയ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. ആ നാട്ടുകാരെല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ്. വലിയ ഉത്സവ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഈ പരിപാടി കാണാൻ അവിടെ നാട്ടുകാരെല്ലാം ഒത്തുകൂടി. ഇത് അവരുടെ കലയാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതായത് ആ ദേശത്തിൻ്റെ പെരുമ വാനോളം തങ്ങളുടെ കലയിലൂടെ ഉയർത്തുക, അല്ലെങ്കിൽ അവരുടെ കലയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇന്ന് പലതും മറന്നു പോകുന്നു. നമ്മളെ പഠിപ്പിച്ച പാട്ടുകൾ മറക്കുന്നു, നമ്മളുടെ നാട്ടാശാത്തിമാരെയൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ ഒരിക്കലും അവരെ മറക്കാതെ ചേർത്ത് പിടിക്കുക എന്ന് ഉള്ളൊരു ആഹ്വാനം കൂടിയാണ് നമ്മുടെ അരയങ്കാവ് കൂട്ടായ്മയും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളും ഒക്കെ നമുക്ക് മുന്നിൽ മാതൃകയെ അവതരിപ്പിക്കുന്നത്. എന്തായാലും അത് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇത്രയധികം മേളത്തിൻ്റെ ആ ഒരു ശബ്ദമുഖരിതമായ അന്തരീക്ഷവും അതോടൊപ്പം തന്നെ ആ താളത്തിനൊത്തുള്ള ഗരുഡന്മാരുടെ, ഇത്രയധികം ഗരുഡന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം നടക്കുന്നതും ഈ ക്ഷേത്രത്തിലാണത്. എറണാകുളത്തും കോട്ടയത്തും സമീപ ജില്ലകളിലുമൊക്കെ ആയിട്ട് മാത്രം ഉള്ള ഒരു അനുഷ്ഠാന കലയാണ് ഈ കല. ശരിയാണ്. എന്തായാലും ഇത്രയധികം കലാകാരന്മാർ ഈ ഗരുഡൻ തൂക്കമൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ഒരു കലകളും അങ്ങനെ അന്യം നിന്ന് പോവില്ല എന്നൊരു വലിയ സന്തോഷവും അത് നൽകുന്നുണ്ട്. അപ്പോൾ